രാജ്യമെമ്പാടും സാമ്പത്തിക ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആപ്കി പൂഞ്ച് ആപ്ക അധികാർ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സംസ്ഥാന ധനമന്ത്രി കനുഭായ് ദേശായിക്കൊപ്പം കേന്ദ്രമന്ത്രി പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഓരോ പൌരനും ലഭിക്കുന്ന ഓരോ രൂപയും അവരുടെ കുടുംബത്തിലേക്ക് തിരികെ എത്തിക്കണമെന്ന ലളിതവും ശക്തവുമായ സന്ദേശമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. റിസർവ് ബാങ്കിന് കീഴിൽ 1.82 ലക്ഷം കോടി രൂപയാണ് അവകാശികളില്ലാതെ ശേഷിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് ബോധവൽക്കരണവും തുടർ നടപടികളുമാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. We'll have to find the rightful owners and claimants of those funds and hand the money over to them. It is their money. For whatever reason, they are vested or kept in custody in the banks, and after a due period they move over to the RBI. The several videos that have been presented before this gathering very clearly shows that from the banks it goes off to the RBI, or from SEBI it goes off to one other center or the IEPF where it is kept. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റും റിസർവ് ബാങ്കും സെബിയും വിവിധ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും സംയുക്തമായാണ് പ്രചാരണം നടത്തുക. सुरक्षित रूप से भारतीय रिजर्व बैंक के DEA फंड में स्थानांतरित कर दी जाती है, लेकिन